എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത് നല്ല കനത്ത മഴയായിരുന്നു. ആ മഴയുടെ ഇടയിൽ പുറത്തുനിന്നൊക്കെ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മളെ ഈ മഴയുടെ ശബ്ദം അതും ഒരുപാട് നമ്മളെ വോയിസിനൊക്കെ ഒരുപാട് തടസ്സം നിൽക്കുന്നുള്ള ആൾക്കാണ് വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയത്. ഈ വർഷത്തെ മഴക്കെടുതി വയനാടിൻ്റെ അതുപോലെ തന്നെ നമ്മളെ കേരള ജനതയെ അല്ലാത്ത ദുഃഖത്തിലാഴ്ത്തി. നമുക്ക് എന്ത് കാര്യം ചെയ്യാനും മതങ്ങളിൽ നിഷ്കർഷിക്കുന്ന നിയമാവലികളുണ്ട്. പക്ഷെ നമ്മളുടെ വീട് നിർമ്മാണത്തിൽ മാത്രം നിയമാവലി ഇല്ല എന്നുള്ളതാണ് മതത്തിലുള്ള ആളുകൾ തന്നെ ചില ആളുകൾ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസം തീർത്തും തെറ്റാണ് എന്നുള്ള അത് തെളിയിക്കുന്ന വിധത്തിലുള്ള വീഡിയോകളാണ് ഞാൻ ഇതുവരെ ഇതിൽ ചെയ്തിട്ടുള്ളൂ. നമ്മളെ ജീവിതചര്യകൾ അത് നമ്മൾ പൂർവികർ ചെയ്ത അതുപോലെ തന്നെ മുറുകെ പിടിക്കാഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും. നമ്മളെ ജീവിതത്തിലുള്ള അറിവുകളുടെ ഒരു തിരിഞ്ഞുനോട്ടാണ് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. കാരണം നമ്മളുടെ പൂർവികർ ചെയ്തു തന്ന കാണിച്ചു തന്ന നല്ല സൽപാന്താവ് നല്ല മാതൃക നമ്മൾ പിൻപറ്റിയാൽ തന്നെ നമ്മളുടെ ആയത്തും ഹദീസും ജീവിതം അതിലേക്ക് എത്തും. നമ്മളുടെ ജീവിത ശൈലി ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വയനാടിലെ ദുരിതം മനസ്സിനെ വല്ലാതെ നടുങ്ങുന്ന വിധത്തിലാണ്. ആർപ്പുവിളികളും അട്ടഹാസങ്ങളും അതൊക്കെ അതിജീവിച്ച് വന്നൊരു വിഭാഗം ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്കൊന്നും നമ്മൾ ജീവിതം എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതിന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് നായ്ക്കളായിരുന്നു എന്നുള്ളത് ഞാൻ ഏതോ ഒരു ഇതിൽ കേട്ടതായിട്ടോ വായിച്ചതായിട്ടോ ഓർമ്മ വരുന്നുണ്ട്. അത് നമ്മൾ വയനാട് കൊണ്ട് തെളിവായിട്ട് നമുക്ക് കിട്ടി. സ്വന്തം യജമാനനെ കണ്ണീരോട് കൂടി തെരഞ്ഞു നോക്കുന്ന നായ്ക്കള്, അതുപോലെ തന്നെ മേൽപോട്ട് നോക്കിക്കാണ്ട് കരയ, ആ കരച്ചിലിന് പ്രതിഫലമായിട്ടാണ് ആ യജമാനത്തിയെ കണ്ടെത്തുന്നത് ആ നായ. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അതിനു വേണ്ടി പൂച്ച യജമാനനെ തെരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പൂച്ചനെ തെരഞ്ഞു നടക്കുന്ന യജമാനനെ നമ്മൾ കണ്ടു. അപ്പോൾ പൂർവികരായിട്ടുള്ള ആളുകൾ പറയും, നാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പൂച്ചക്ക് വല്ലവും ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂച്ച കണ്ണടച്ച് കളവ് പറയും. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിലുള്ള ആളുകള് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കാണ്ട് കൊടുക്കണം, എന്നിട്ട് ആ കൊടുക്കുന്ന സ്ഥലത്തിന് ഊതണം എന്നൊക്കെ പറയുന്നുണ്ട്. പൂച്ച പറയും എനിക്ക് ഭക്ഷണമൊന്നും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നായ പറയും പുറത്തുള്ള എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, പിന്നല്ലേ അകത്തുള്ള അനക്ക് ഭക്ഷണം കിട്ടാതിരിക്കുക, അതുകൊണ്ട് കളവ് പറയരുത് എന്ന് പറയും എന്നാണ് പഴമക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കേൾക്കുന്ന ഒരു കേൾവി. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അതിന്റെ നിയമാവലികൾ കൊണ്ട് നടക്കുന്നത് ഹൈന്ദവ ആചാര പ്രകാരമുള്ള വേദഗ്രന്ഥത്തിലാണ്. അവരുടെ അടുത്താണ് ഇപ്പൊ അതിന്റെ ആ ഗ്രന്ഥം ഉള്ളത്. മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളൊക്കെ അത് ഹൈന്ദവ ആചാരമാണ് എന്ന് പറഞ്ഞിട്ട് തടി സലാമത്താക്കുന്ന ഒരു കാലാണ്. വീടെടുക്കുമ്പോൾ വീടിന്റെ തറന്റെ കല്ലിന്റെ ചവിട്ടില് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങണം എന്നുള്ളതുണ്ട്. വീട് ഉണ്ടാക്കി കൂടിയിരുന്നതിന്റെ ശേഷം എന്ത് ചൊല്ലിക്കാണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുണ്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം ഏത് സമയത്താണ് വീടില് കൂടിയിരിക്കാൻ വേണ്ടി കയറേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എത്തരം വീടുകളാണ് നമ്മൾ ആ കാലാവസ്ഥക്കും ആ ചുറ്റുപാടിനും അവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള വീട് നിർമ്മിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇതിന്റെ നിയമാവലികളിലുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് ചെവി കൊള്ളൂല. അത് കളി മുറുക്കം കൂടുമ്പോൾ കോമാക്ക പുറത്ത് എന്ന് പറയും പോലെയാണ്. അതിനാർക്കും സ്വീകാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ ചിലവര് ചോദിക്കല് 3 സെന്റും 4 സെന്റും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ ലക്ഷണങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് ചിലപ്പോൾ 20 സെന്റ് ഉണ്ടാവും, ചിലപ്പോൾ 30 സെന്റ് ഉണ്ടാവും. എന്നിരുന്നാലും അവന് കണ്ട് ബാധിക്കുകയാണ്. 3 സെന്റിന്റെ ആളുകൾക്കും വേണ്ടി 4 സെന്റിന്റെ ആളുകൾക്കും വേണ്ടി അവന് ബാധിച്ച് നമ്മളെ കണ്ട് ചോദിച്ചിട്ട് കുഴക്കുകയാണ് അവിടെ. അതായത് നമ്മളണ്ട് ഇരുത്താനും വേണ്ടിയിട്ടേ, നമുക്ക് ഉത്തരം മുട്ടാനും വേണ്ടിയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഏതായാലും 3 സെന്റ് പോയിട്ട് 1 സെന്റും ഇല്ലാത്തൊരു കോലത്തില് നമുക്ക് പരീക്ഷണം നമുക്ക് കാണിച്ചു തന്നു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു കോലത്തില് നിലവിളികളുടെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള വോയിസുകൾ നമ്മൾ കേട്ടു. എല്ലാ മതക്കാർക്കും വീട് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കണം.
അത് നമ്മളെ പരിഹസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മൾ വെടക്കാവാനും വേണ്ടിയിട്ടാണ്, നമ്മളുടെ ജീവിതത്തിന്റെ താളം തെറ്റാനും വേണ്ടിയിട്ടാണ് നമ്മളെ മറ്റുള്ള ജാതിക്കാരുടേതാണ്, മറ്റുള്ള മതവിശ്വാസികളുടേതാണ് എന്ന് പറയുന്ന ആ ആചാരം. വീട് നിർമ്മാണത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രവാചക ചര്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ആയിരിക്കും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും. പിന്നെയുള്ളത് ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവരായിട്ടുള്ളവരാണ്. അവരുടെ വേദഗ്രന്ഥമാണ് ഇപ്പൊ അത് ശരിക്കും കൊണ്ടെടുക്കുന്നത്. അതില് അവരെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ വീട് എന്ന് പറഞ്ഞാൽ അത് നോക്കാത്ത, അതിന്റെ ലക്ഷണങ്ങൾ നോക്കാത്ത, അതിന്റെ ചുറ്റളവ് നോക്കാത്ത ഒരു പരിപാടി അവർക്കില്ല. മുസ്ലിങ്ങളിലാവട്ടെ ഒരു വിഭാഗം ആളുകൾ, സുന്നത്ത് കൊണ്ട് നടക്കുന്ന ആളുകളും അതിനെതിർക്കുന്നുണ്ട്, സുന്നത്ത് കൊണ്ട് നടക്കാത്ത ആളുകളും അതിനെതിർക്കുന്നുണ്ട്. രണ്ടും തന്നെ അതിൻ്റെ ഒക്കെ കോൺസിക്വൻസസ്, തിക്താനുഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു. നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചുറ്റളവുകളുണ്ട്. ഇപ്പോ വീടും കൊണ്ടാണ് പോയത് ആളുകളെ. അത് ലക്ഷണമൊക്കാത്ത വീടുകളാവും. അതുപോലെ തന്നെ നമ്മൾ വീട് വെച്ചാൽ ആ വീട് ലക്ഷണമൊത്ത ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാന് വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇഖ്ലാസും വർദ്ധിക്കും. അല്ലാഞ്ഞാൽ നമ്മളുടെ ചിന്തകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലും സംശയങ്ങൾ ഒക്കെ കൂടി വരും എന്ന് ഉള്ളത് തന്നെയാണ് ഈ ഒരു 10, 15, 20 വർഷത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ചര്യകൾ കണ്ടെത്താനൊക്കെ നമുക്ക് ഇതിന് രേഖകളുണ്ട്. ആ രേഖകളൊക്കെ ഇന്ന് നമ്മളെ കാണാൻ പറ്റാത്ത വിധത്തിൽ മൂടി വെച്ചേക്കാണ്. നമ്മളുടെ അറിവ് വളരെയധികം തുച്ഛമാണ്. പ്രത്യേകിച്ച് വീടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലൊക്കെ വീടെടുക്കുക, രണ്ടാം നിലയൊക്കെ ഈ ചെരിച്ച വാർപ്പായതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കാണ്ടാണ് ഒട്ടുമിക്ക ആളുകളും മരണപ്പെട്ടിട്ടുള്ളത്. ഒന്നാം നിലയെന്ന് രണ്ടാം നിലയ്ക്ക് ഒരു സ്റ്റെയർ കേസ് ഇല്ലാത്ത വീടുകളാണ് ഒട്ടുമിക്ക വീടുകളും. അപ്പോൾ ഈ ചെരിഞ്ഞ വാർപ്പാവുമ്പോൾ ആ ഡോമിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്, ആ ചായ്പിന്റെ ആ ചെരുവിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ അടിത്തറകൾ, അതുപോലെ തന്നെ ബേസ്മെന്റ്, ഫൗണ്ടേഷന്, അതുപോലെ തന്നെ വാള്, റൂഫ്, ഇതൊക്കെ എത്തരം നിർമ്മിതികളാവണം എന്നുള്ളത്, ആ കാലാവസ്ഥക്കും ആ പരിസ്ഥിതിക്കും അനുയോജ്യമാകുന്നതാവണം എന്നുള്ളത് ഇതിൽ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പണത്തിന്റെ ആ ഒരു അതിപ്രസരം കൊണ്ട് നമ്മൾ അതൊക്കെ മറന്നു പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണില്ല. പിന്നെ കോടതിയിൽ വാദം കഴിഞ്ഞതിന്റെ ശേഷം, നമ്മളെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയതിന്റെ ശേഷമാണ് നമ്മൾ ഇതിന്റെ ഒക്കെ ദൂഷ്യഫലങ്ങളും ഒക്കെ അറിയണത്. അന്നിപ്പോ അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാവാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല. അവർക്ക് പരിഹാസം മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. അവരുടെ ആ ഒരു പരിശ്രമം ഒക്കെ വലുതായിട്ട് കാണിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളെ ഈ ഇടയിലുള്ളത്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ ദുരന്തത്തിനിരയായി അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ഒട്ടുമിക്ക ആളുകൾക്കും നിങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ഇനി 10, 20, 30, 40 അരേക്കറിയൊക്കെ ഉള്ള ആളുകള് 4 സെന്റുള്ള ആളുകൾക്കൊന്നും വേണ്ടി വാദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 4 സെന്റും 3 സെന്റും ഒക്കെ ഉള്ള ഒരു കോലത്തിൽ നമ്മളെ ആക്കി തീർത്തിട്ടുണ്ട്. സഹായം ചെയ്യാനും സഹായം ചെയ്യപ്പെടാനും ഉള്ള ഒരു അവസരം ഒരു നിമിഷം കൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോ നമ്മൾ സഹായം ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ സഹായം ചോദിക്കാൻ അർഹതപ്പെട്ടവർക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് നമ്മളെ മതം തെളിയിക്കുന്നത്. 4, 3, 5 സെന്റുള്ള ആളുകൾ എങ്ങനെ ഇതിന്റെ ഒക്കെ ലക്ഷണം നോക്കി വീട് വെക്കുക എന്നുള്ളത് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് പഠിച്ച ആളുകൾക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരാൻ കഴിയും. അതിന് ഉചിതമായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുക. അവര് നിങ്ങളെക്കൊണ്ടൊന്നും ഒരു പൈസയും വാങ്ങൂല. ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പറയണ്ടല്ലോ, അവർക്കത് തട്ടിപ്പായിട്ടും വെട്ടിപ്പായിട്ടും തോന്നും. അങ്ങനെയുള്ള ആളുകൾ പോട്ടേന്ന്. നിങ്ങളെ ജീവിതത്തിൽ വിജയം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം അല്ലാതെ യാതൊരു വഴിയും ഇല്ല എന്നുള്ളത് ആണയിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. വയനാട്ടില് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് വീട് നഷ്ടപ്പെട്ടു, കുടിപ്പാടം നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിൽ നിന്ന് 1, 2 ആളുകളെ ബാക്കിയാക്കി കണ്ട് 10, 11, 16 ആളുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് ഇനി ചാരിറ്റിയുടെ ഒക്കെ സഹായത്തോടു കൂടിയേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ആ ഒരു കാലം നമ്മളെ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. സർക്കാരിന്റെ സഹായവും ചാരിറ്റിയുടെ സഹായവും. നിങ്ങളൊരു വീട് എടുക്കുകയാണെങ്കിൽ, ഏത് മതക്കാരനെ എടുക്കുകയാണെങ്കിലും അവിടെയുള്ള നല്ല അറിയപ്പെടുന്ന ഒരു ആശാരിനെ കൊണ്ട് അതിന്റെ ചുറ്റളവ് നന്നാക്കുക, അതിന്റെ ലക്ഷണങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങളൊരു വീട് വെക്കുക.
എന്നാൽ നിങ്ങൾക്ക് അതിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും. അത് നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, നിങ്ങളെ ഈ പരീക്ഷണത്തിന് നിങ്ങൾ ഇതിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് മതങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പൊ ഒരുപാട് ആളുകളെ ഇതില് ദുരിതത്തിലാക്കുന്നത് അവരേതായാലും മരിച്ചു പോയാൽ അവിടെ അവശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമാവാനും വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മളുടെ ജീവിത ശൈലി, ജീവിത ചിട്ടകൾ അതിൽ കണിശമായിട്ടും മതത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. റഹ്മത്തുൽ ആലമീൻ റാഹത്തുൽ ആശിഖീങ്ങൾക്കാണ്. അല്ലാത്ത ആളുകൾക്ക് എന്നും പരാതിയായിരിക്കും. നമ്മൾ ഒരു ടർഫുക്ക് കൊണ്ടുപോയി അവരെ ഫുട്ബോൾ കളിപ്പിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ വേറെ ഒരു കുപ്പി കൊണ്ടുവന്ന് പൊട്ടിച്ചത് കൊണ്ടൊന്നും അവർക്ക് സമാധാനം കിട്ടൂല. അതിന്റെ ആ ഡോസും അതുപോലെ തന്നെ ആ കളിയും അതുപോലെ തന്നെ അതിന്റെ മാലും കഴിഞ്ഞാല് അതൊക്കെ ഇല്ലാതാവും. നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ റബ്ബിനോട് പറയേ നിർവാഹമുള്ളൂ. അവന്റെ പരീക്ഷണങ്ങൾ പല വിധത്തിലുണ്ടാവും എന്നുള്ളതിൽ നമ്മൾ വിശ്വസിക്കണം. ആ പരീക്ഷണത്തിന് നമുക്ക് ഒരു പരിഹാരം, ഇതിന്റെ ഹിസാബുകൾ നാളെ അവിടുന്ന് ചോദിച്ചു വാങ്ങാൻ ഉതകുന്ന വിധത്തിലായിരിക്കുന്ന ജീവിതമാവണം നമ്മൾ നയിക്കേണ്ടത്. അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗം നമ്മളുടെ ഇനി വെക്കുന്ന വീടുകൾ അതിൻ്റെതായിട്ടുള്ള മതചിട്ടയോട് കൂടിയുള്ള നിബന്ധനകൾ നമ്മൾ പാലിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് ഒന്ന് മൂളിക്കൊടുക്കരുത്. അത് മൂളിക്കൊടുത്താൽ നിങ്ങളുടെ നഷ്ടം, നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഭവിഷ്യത്ത് അതിഭയാനകമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഇത് ശ്രവിച്ച എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാവരും വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിബന്ധനകൾ പാലിച്ച് നല്ലൊരു ആളെ കൊണ്ട്, ഒരു മുസ്ലിമായിട്ടുള്ള ആളുകൾ ഒരു ആശാരി കണക്കിൽ വീട് വെക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. അതിനുള്ള തെളിവുകൾ നമുക്ക് ഇവിടെ മമ്പുറം പള്ളി, അതുപോലെ തന്നെ മമ്പുറം മഖാമ്, അതുപോലെ തന്നെ നാദാപുരം പള്ളി, മലപ്പുറം ശുഹദാക്കളുടെ പള്ളി, ആലപ്പുഴ തായത്തങ്ങാടി പള്ളി, ഇതുകളൊക്കെ ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഒരു അടുത്ത കാലത്താണ് ഈ ഒരു വിഭാഗീയത കൊണ്ട് മുതലെടുക്കാൻ വന്ന ഒരു സമൂഹം നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചൂഷണം ചെയ്താലേ അവർക്ക് വിജയമുള്ളൂ. അവർക്ക് വിജയിക്കാനും വേണ്ടി നമ്മളുടെ മനസ്സിലേക്ക് വസുവാസിന്റെ പക ഇട്ടു തരികയാണ്. അതിന് നമ്മൾ വശംവദരായി നമ്മൾ അതിൽ ആടിക്കൊടുക്കുന്ന ഒരു നാടകക്കാരനായിട്ട് മാറുകയാണ് നമ്മൾ. അപ്പൊ അത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് പടച്ച റബ്ബ് തൗഫീഖാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് ശ്രവിച്ച എല്ലാവർക്കും, ഈശ്വരവിശ്വാസികളും എല്ലാവർക്കും നന്ദി, നമസ്കാരം.